കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർമ്യൂട്ടേഷൻസുമായി ബന്ധപ്പെട്ട പെർമ്യൂട്ടേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ പെർമ്യൂട്ടേഷനിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്യില്ല. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് ദ സെയിം. Find the number of different 8-letter arrangements that can be made from the letters of the word daughter so that all vowels occur together. Second part, all vowels do not occur together. Question മനസ്സിലായിട്ടുണ്ടാവും. Find all the number of different 8-letter arrangements that can be made from the letters of the word daughter. Daughter എന്ന വേർഡില് 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 8 ലെറ്റേഴ്സ് കൊണ്ടുണ്ടാക്കാവുന്ന ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ്, ഡിഫറെന്റ് 8-letter അറേഞ്ച്മെന്റ്സ് കാണണം. സോ ദാറ്റ് all vowels occur together. ഫസ്റ്റ് പാർട്ട്, എല്ലാ വവൽസും ഒരുമിച്ച് നിൽക്കണം. അതായത് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ, ഡോട്ടർ എന്ന വേർഡിനെ നമ്മൾ പല രീതിയിൽ എല്ലാ രീതിയിലും അറേഞ്ച് ചെയ്യുമ്പോൾ all vowels occur together, എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന ചോദ്യം. ഡോട്ടറിലെ ലെറ്റേഴ്സിനെ നമ്മൾ ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും, എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കാം, നമുക്ക് ചെയ്യാം. എല്ലാ വവൽസും ഒരുമിച്ച് വരണം. ഡോട്ടറിലെ വവൽസ് ആരൊക്കെയാണ്? ഇതിലെ വവൽസ് എ, പിന്നെ യു, പിന്നെ ഇ. എ യു ഇ, എ യു ഇ, 3 വവൽസ് ഉള്ളത്. അപ്പൊ ഈ 3 വവൽസ് എയും യുവും ഇയും ഒരുമിച്ച് വരണം അല്ലെ. അപ്പൊ ഞാൻ ഈ 3 വവൽസിനെ ഒരു ബോക്സിലാക്കി. ഈ 3 വവൽസിനെ ഒരുമിച്ച് എഴുതി ഒരു ബോക്സിലാക്കി. ഈ ഒരു ബോക്സ് ഒരു ലെറ്റർ ആയിട്ട് പരിഗണിക്കുക. ഈ ഒരു ബോക്സിനെ ഒരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ എല്ലാ വവൽസും ഒരുമിച്ച് വരണം. അപ്പൊ ഡോട്ടറിലെ എല്ലാ വവൽസിനും ഞാൻ ഒരുമിച്ച് എഴുതി അതിനെ ഞാൻ ഒരു ബോക്സിലാക്കി മാറ്റി. ആ ബോക്സിനെ ഒരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിക്കാം. നോക്കൂ, ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഡോട്ടർ മാത്രമല്ല, വേറെ പല വാക്കുകൾ തന്നിട്ട് വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെയാണ് ചെയ്യേണ്ടത്. വവൽസിനൊക്കെ നമ്മൾ ഒരുമിച്ച് നിർത്തി ബോക്സിലാക്കി ഇതിനെ ഒരു ലെറ്റർ ആയിട്ട് പരിഗണിക്കുക. ഇനി ഈ എ യു ഇ അല്ലാണ്ട് ബാക്കിയുള്ള വവൽസ് അല്ലാതെ കൺസണൻസ് ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഡി ഉണ്ട്, പിന്നെ ജി, എച്ച്, ടി, ആർ. ഇതാണ് നമ്മുടെ ഡോട്ടറിലെ ലെറ്റേഴ്സ്. ഇപ്പൊ എല്ലാ ലെറ്റേഴ്സും ഞാൻ എഴുതി വവൽസിനെ ഒരുമിച്ച് എഴുതി ഒരു ബോക്സിലാക്കി. ഇനി ഇത് ഉപയോഗിച്ച് എത്ര ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദ്യം അല്ലെ. അപ്പോ നോക്കൂ, ഇത് ശ്രദ്ധിക്കുക. ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5. ഈ ബോക്സ് ഒരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇത് 1 6. അപ്പൊ നമ്മുടെ കയ്യിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്, 6 ലെറ്റേഴ്സ്. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽസ്. ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽസ് 6 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? 6 ഫാക്ടോറിയൽ വേസ്. ഒരൊറ്റ ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ 6 ലെറ്റേഴ്സ് നമുക്ക് 6 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആദ്യം എ യു ഇ ഇവിടെ വയ്ക്കും, പിന്നെ എ യു ഇ ഇവിടെ വയ്ക്കും, പിന്നെ എ യു ഇ ഇവിടെ വയ്ക്കും. അങ്ങനെ നമ്മൾ ഇതിനെ 6 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. കഴിഞ്ഞില്ല പരിപാടി. ഇവിടെ ഈ ബോക്സിന്റെ ഉള്ളിൽ എ യു ഇ അല്ല ഉള്ളത്. ഇതിന് നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. ഇവിടെ യു എ എന്ന് എഴുതാം. യു ആദ്യം എഴുതും, എ എഴുതും, പിന്നെ ഇ എഴുതും. അല്ലെങ്കിൽ ഇ എ യു എഴുതാം, ആദ്യം ഇ എഴുതാം, പിന്നെ എ എഴുതാം, യു എഴുതാം. അതായത് ഈ ബോക്സിന്റെ ഉള്ളിൽ 3 ലെറ്റേഴ്സ് ഉണ്ട്. ആ 3 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസ്. അപ്പൊ 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ് ആൻസർ. 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ്. അപ്പോൾ നമ്മൾ നോക്കി, എല്ലാ വവൽസിനും ഒരുമിച്ച് എഴുതി ഒരു ബോക്സിലാക്കി. ആ ബോക്സ് ഒരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിച്ചു. ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതി. ആ മൊത്തം ഇപ്പോൾ ബോക്സിനെ ഒരു ലെറ്റർ ആയിട്ട് എടുക്കുമ്പോൾ മൊത്തം 6 ലെറ്റേഴ്സ്. അപ്പോൾ 6 ലെറ്റേഴ്സ് നമുക്ക് 6 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻറ്റു പരിപാടി കഴിഞ്ഞില്ല. ആൻഡ് ഈ എ യു ഇ ബോക്സിനുള്ള എ യു ഇ നമുക്ക് വീണ്ടും അറേഞ്ച് ചെയ്യണം. എ യു ഇയിലെ വേർഡ്സ്, ഈ എ യു ഇ 3 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസ്. അപ്പൊ 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഈക്വൽ ടു എത്രയാണ്? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എത്രയാണ്? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. യെസ്. അപ്പോൾ ഇതിന്റെ വാല്യൂ 4320 എന്ന് കിട്ടും. 4320. അപ്പോൾ എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന 4320 അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പാർട്ടിന്റെ ഉത്തരമായി. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്? സെക്കൻഡ് പാർട്ട്, all vowels do not occur together.
all vowels do not occur together. എല്ലാ vowelsഉം ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്? എല്ലാ vowelsഉം ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെന്റ്സ്? അതെ, ഇവിടെ നമ്മുടെ വേർഡ് ഡോട്ടർ ആണ്. ഡോട്ടർ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വവൽസ് ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വവൽസ് ഒരുമിച്ച് വരാത്തത്. അപ്പൊ ചിന്തിക്കുക, വവൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം നമുക്കറിയാം, അത് 4320 ആണ് വവൽസ് ഒരുമിച്ച് വരുന്നത്. ആ വവൽസ് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ നിങ്ങൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കാണാം. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഡോട്ടറിലെ 8 ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സിൽ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സ് അങ്ങോട്ട് മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? വവൽസ് ഒരുമിച്ച് വരാത്തത് കിട്ടും. ആ വവൽസ് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സിൽ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം അങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ കാണാൻ പോണത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. Total number of arrangements is equal to ഡോട്ടറിൽ മൊത്തം 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. 8 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ്സ് 8 ഫാക്ടോറിയൽ ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ എത്ര? 8 ഫാക്ടോറിയൽ ഇതിന്റെ വാല്യൂ ഈക്വൽ ടു 40320 ആണ്. 40320. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് 40320 ആണ്. Therefore the number of arrangements in which the vowels never occur together, the vowels never occur equal to. അപ്പൊ വവൽസ് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ ഇത് മൈനസ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക. അതായത് 40320 മൈനസ് 4320. അതായത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന വവൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സ് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് വവൽസ് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സ് എണ്ണം കിട്ടും. ഈക്വൽ ടു എത്രയാണ്? 40320 മൈനസ് 4320. ഇതിന്റെ ആൻസർ എത്ര വരും? 40320 മൈനസ് 36. ഇതിന്റെ ആൻസർ നമുക്ക് മനസ്സിലാകുമ്പോൾ 36000 എന്ന് കിട്ടും. 36000. ഇതാണ് വവൽസ് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം. സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many words with or without meaning can be made from the letters of the word Monday? Assuming that no letter is repeated if 4 letters are used at a time. Question idea clear right now. How many words with or without meaning can be made from the letters of the word Monday? Monday എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര ലെറ്റേഴ്സ് ഉണ്ടാക്കാം? Assuming that no letter is repeated, letters repeat ചെയ്യാൻ പാടില്ല. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4 letters are used at a time. മണ്ടേയിൽ മൊത്തം 1 2 3 4 5 6 6 ലെറ്റേഴ്സ് ഉണ്ട്. എന്നാൽ 6 ലെറ്റേഴ്സിലെ ഈ 4 ലെറ്റേഴ്സിനെ ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാം? 4 letters are used at a time ആണ്. 4 ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ. മൊത്തം 6 ലെറ്റേഴ്സ്. 6 ലെറ്റേഴ്സിൽ നിന്ന് 4 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണം. 6 ലെറ്റേഴ്സിൽ നിന്ന് 4 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ്സിന് എന്താ വരിക? അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് വേർഡ്സ് is equal to 4 ലെറ്റർ വേർഡ് ആണ്. മൊത്തം 6 വേർഡിന്റെ 4 വേർഡ്സിനെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ 6p4 എന്ന് കിട്ടും. 6p4 അല്ലെ? 6p4ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ. 6p4 is equal to 6 into 5 into 4 into 3 into 2. ഇതാണ് 6p4. സോറി, 6 into 5 into 4 into 3. ഇത്രയേ ഉള്ളൂ 6p4ല്. ഇത്രയേ ഉള്ളൂ 6p4ല്. 6 into 5 into 4 into 3 എത്രയാണ്? 6 into 5 into 4 into 3 ഈക്വൽ ടു 4 3 12 12 5 60 60 into 6 360. ഉത്തരം 360 കിട്ടും. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ 360 കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, all letters are used at a time. എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ മൊത്തം മണ്ടയിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. ഈ all letters are used at a time. എല്ലാ ലെറ്റേഴ്സ്, ഈ 6 ലെറ്റേഴ്സിൽ 6 ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാക്കാം? 6 letters. 6 letters are there and we have to use all at a time. So answer is 6 factorial. Number of letters
is equal to 6 factorial. 6 factorial. 6 factorial is how much? It is 720 ആണ്. It is 720 ആണ്. അപ്പോൾ ഉത്തരം 720 എന്ന് കിട്ടും. 720. ഇനി ഇതിന്റെ തേർഡ് പാർട്ട് നോക്കാം. ഇതിന്റെ തേർഡ് പാർട്ട്, all letters are used but first letter is a vowel. All letters are used but first letter is a vowel. എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിക്കണം, പക്ഷേ ഫസ്റ്റ് ലെറ്റർ വവൽ ആവണം. ശ്രദ്ധിക്കാം മക്കളെ, ശ്രദ്ധിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ശ്രദ്ധിക്കുക, എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിക്കണം, പക്ഷെ ഫസ്റ്റ് ലെറ്റർ വവൽ ആവണം. മണ്ടേയിൽ മൊത്തം 1 2 3 4 5 6 ലെറ്റേഴ്സ് ഉണ്ട് മണ്ടേയിൽ. അപ്പൊ എല്ലാ ലെറ്റേഴ്സിനെയും അറേഞ്ച് ചെയ്ത് എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷേ ദ കണ്ടീഷൻ ഈസ് ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി എ വവൽ. ഫസ്റ്റ് ലെറ്റർ വവൽ ആവണം, അതായത് ഈ കോളത്തിൽ വവൽ വരണം. അപ്പൊ നോക്കാം, മണ്ടേയിൽ എത്ര വവൽസ് ഉണ്ട്? ഓ വവൽ ആണ്, എ വവൽ ആണ്. ഓയും എയും രണ്ട് വവൽസ് ആണുള്ളത്. അപ്പൊ ദിസ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഓൺലി ഇൻ 2 ഡിഫറെന്റ് വേസ്. ഈ കള്ളിയിൽ നമുക്ക് 2 ലെറ്റേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഓ എഴുതാം, അല്ലെങ്കിൽ എ എഴുതാം, വേറൊന്നും ഇവിടെ എഴുതാൻ പാടില്ല. ബാക്കി 1 2 3 4 5 ലെറ്റേഴ്സ് എഴുതാനുള്ള സ്ഥലമുണ്ട്. 5 ലെറ്റേഴ്സ് ബാക്കിയുണ്ട്. ആ ബാക്കി 5 ലെറ്റേഴ്സിനെ ഒരു ലെറ്റർ ഇവിടെ എഴുതി, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ഇവിടെ എഴുതും. ഇവിടെ ഒന്നുകിൽ ഓ അല്ലെങ്കിൽ എ എഴുതാവൂ, ഏതെങ്കിലും ഒന്ന് എഴുതാൻ പാടുള്ളൂ. അതായത് ദിസ് ഗ്യാപ്പ് ക്യാൻ ബി ഫിൽഡ് ഇൻ 2 ഡിഫറെന്റ് വേസ്. അപ്പൊ ഇനി ബാക്കി നോക്കാം, ബാക്കി 5 ലെറ്റേഴ്സ് ഉണ്ട്. ആ 5 ലെറ്റേഴ്സിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 factorial ways. 5p5 number of arrangements of 5 letters taking all at a time. 5 factorial ആണ്. അപ്പോൾ 2 into 5 factorial ആണ് ആൻസർ. അപ്പോൾ തേർഡ് പാർട്ട് നമ്പർ ഓഫ് ലെറ്റേഴ്സ് അല്ല, ഇവിടെ നമ്പർ ഓഫ് വേർഡ്സ് ആണ്. നമ്പർ ഓഫ് വേർഡ്സ്. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 2 into 5 factorial. 2 into 5 factorial. അപ്പോൾ ഉത്തരം എന്ത് വരും? 2 into എത്രയാണ് 5 factorial? 5 into 4 20 into 3 60 into 2 120 2 into 120 and that is 240 കിട്ടും. 240. സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. മൂവിങ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 50th ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന വേർഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാക്കാം, മീനിങ് ഉള്ളതോ ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. സബ് ക്വസ്റ്റ്യൻ 1 ഒന്നും ഇല്ല അവിടെ. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽ ടു ഇത്ര ലെറ്റർ എടുക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഡിപെൻഡൻസിലെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. അപ്പൊ എണ്ണിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 11 12. ഇൻഡിപെൻഡൻസിൽ മൊത്തം 12 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 12 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് 12 ഫാക്ടോറിയൽ ആണ്. പക്ഷെ പരിപാടി കഴിഞ്ഞില്ല. ഡിവൈഡഡ് ബൈ എത്ര ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നു? ഐ 1 ഇവിടെ, പിന്നെ ഐ വേറെ ഇല്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലെ. n റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. 1 n 2 n 3 n 3 എണ്ണം. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി ഡി 1 2 ഡി 2 എണ്ണം. അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി ഉള്ളത് ഇ ആണ്. ഈ 1 2 3 4 എണ്ണം. അപ്പൊ 4 ഫാക്ടോറിയൽ. അപ്പൊ 12 ഫാക്ടോറിയൽ ബൈ നോക്കുക, n എത്ര ഉണ്ട്? n 1 2. അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡി എത്ര ഉണ്ട്? 1 2 2 n 3 ഉണ്ടോ? ഇൻഡിപെൻഡൻസ് 1 ഇവിടെ 1 n 3 ഉണ്ട്. അപ്പൊ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 12 ഫാക്ടോറിയൽ എത്രയാണ്? 12 ഫാക്ടോറിയൽ എത്രയാണ്? കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി. 12 ഫാക്ടോറിയൽ ഈസ് it's a very big number and it is yes. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1663200 എന്ന് കിട്ടും. 1663200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇനി ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? In how many of these arrangements do the words start with P? ഈ അറേഞ്ച്മെന്റ്സിൽ പി വെച്ച് തുടങ്ങുന്ന എത്ര വേർഡ്സ് ഉണ്ട്? പി വെച്ച് തുടങ്ങുന്ന എത്ര വേർഡ്സ് ഞാൻ എഴുതാൻ പോവാണ്. പി വെച്ച് തുടങ്ങുന്ന വേർഡ്സ് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, പി വെച്ച് തുടങ്ങുന്ന വേർഡ്സ്. പി വെച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ 12 ലെറ്റർ എഴുതി, 12 ലെറ്റർ വേർഡ് എഴുതി. അപ്പോൾ ഫസ്റ്റ് കള്ളിയിൽ പി വരണം. ഈ പീനെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പി ഇവിടെ വന്നു, ഫസ്റ്റ് കള്ളിയിൽ പി വരണം.
ആ ബാക്കി 11 വേർഡ്സിനെ അറേഞ്ച് ചെയ്താൽ മതി. പീനെ അറേഞ്ച് ചെയ്യേണ്ട, ബാക്കി 11 വേർഡ്സിന് ഒരൊറ്റ പി ഉള്ളൂ. ഈ പീനെ നമ്മൾ തുടക്കത്തിൽ കൊണ്ടേ വെച്ചു, ഇവിടെ കൊണ്ടേ വെച്ചു. ഇനി ബാക്കി 11 ലെറ്റേഴ്സ് ഉണ്ട്, ആ 11 ലെറ്റേഴ്സിനെ മാത്രം അറേഞ്ച് ചെയ്താൽ മതി. 11 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, താഴെ അതേപോലെ എന്താണ് n 3 ഉണ്ട്, അപ്പൊ 3 ഫാക്ടോറിയൽ ഇൻറ്റു, പിന്നെ നമുക്ക് d 2 ഉണ്ട് 2 ഫാക്ടോറിയൽ ഇൻറ്റു, പിന്നെ നമ്മുടെ ഈ 4 ഉണ്ട് 4 ഫാക്ടോറിയൽ എന്ന് കിട്ടും. 11 ഫാക്ടോറിയൽ എത്രയാണ്? 11 ഫാക്ടോറിയൽ 3991680, 399181680 ആണ്. 16800 ഇതാണ് 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 6 into 2 ഫാക്ടോറിയൽ 2 into 4 ഫാക്ടോറിയൽ, that is 24. So how much we are getting? ശരി, അപ്പൊ നമുക്ക് 138600 ആൻസർ കിട്ടും. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് in how many of these arrangements do all the vowels always occur together? വവൽസ് ഒരുമിച്ച് വരുന്ന ഇൻഡിപെൻഡൻസിലെ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്? In how many of these arrangements do all the vowels occur together? എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ വവൽസിനെ നമ്മൾ ഒരുമിച്ച് എഴുതി ഒരു ബോക്സിലാക്കി വെക്കുക. സോ ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. ലിസൺ. ആ വവൽസ് ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ വവൽസ് ഇവിടെ നോക്കിയാൽ ഒരു ഐ ഉണ്ട്, ഒരു ഇ ഉണ്ട്, ഒരു ഇ ഉണ്ട്, ഒരു ഇ ഉണ്ട്, ഒരു ഇ ഉണ്ട്. ഐയും 4 ഇയും, ഐ ആൻഡ് 4 ഈസ്, ഐ ആൻഡ് 4 ഈസ്, ഇത്രയും വവൽസ് ആണ് അതിലുള്ളത്. ആ വവൽസിനെ ഞാൻ ഒരു ബോക്സിനകത്ത് ആക്കി. ഈ ബോക്സിനെ ഒരൊറ്റ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ ബാക്കി ആരൊക്കെയുണ്ട് ഇവിടെ? ഈ വവൽസ് കൂടാതെ എൻ ഡി പി എൻ ഡി, എൻ ഡി പി എൻ ഡി, എൻ ഡി പി എൻ ഡി, പിന്നെ ആരൊക്കെയാണ് നോക്കാം? എൻ ഡി പി എൻ ഡി കൂടാതെ പിന്നെ എൻ സി, എൻ സി, എൻ സി. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എഴുതാം. നോക്കട്ടോ, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽ ടു, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽ ടു, പറഞ്ഞോ, ഇതൊരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിച്ചു. അപ്പൊ 1 2 3 4 5 6 7 8, അപ്പൊ 8 ഫാക്ടോറിയൽ, 8 ലെറ്റേഴ്സ് അറേഞ്ച്മെന്റ്സ് 8 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റേഷൻ. ഈ ബോക്സിനെ ഒരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിച്ചു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. ഇനി ഇതിൽ റിപ്പീറ്റേഷൻ n 1 2 3 3 ഫാക്ടോറിയൽ ഇൻറ്റു d 1 2 2 ഫാക്ടോറിയൽ. പരിപാടി കഴിഞ്ഞില്ല. ഇതിന്റെ ഉള്ളിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. ബോക്സിന്റെ ഉള്ളിൽ 5 ലെറ്റേഴ്സ്. ഇതിന് നമുക്ക് വീണ്ടും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇ ആദ്യം എഴുതി ഇ ഐ ഇ ഇ ഇ, അല്ലെങ്കിൽ ഐ ലാസ്റ്റ് എഴുതി ഇ ഇ ഇ ഇ ഐ, അങ്ങനെ കുറെ ഉണ്ടാവും. ആ അറേഞ്ച്മെന്റ്സ് എങ്ങനെ കാണുക? മൊത്തം ഈ 5 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇൻറ്റു 5 ഫാക്ടോറിയൽ. പക്ഷെ ഇതിന് 4 ലെറ്റേഴ്സ് ഒരേപോലത്തെയാണ്, ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. അപ്പോൾ 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്സ് ദ ആൻസർ വി ആർ ഗെറ്റിംഗ്? ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടുക ഏകദേശം 16800 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16800 കിട്ടും. 16800 എന്നാണ് കിട്ടുക. ഇനി അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയി അല്ലെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയി. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? Do the vowels never occur together? Vowels ഒരുമിച്ച് വരാത്ത, do the vowels never occur together? Vowels ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്? Do the vowels never occur together? ആ vowels ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എങ്ങനെ കാണാം? Vowels ഒരുമിച്ച്, do the vowels never occur together? In how many of these arrangements do the vowels never occur together എന്ന് പറഞ്ഞാൽ vowels ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം. അപ്പോൾ നേരത്തെ ചെയ്തു. vowels ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ എന്താ ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് നിന്ന് vowels ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സ് മൈനസ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് നിന്ന് vowels ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സ് മൈനസ് ചെയ്താൽ നമുക്ക് vowels ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സ് എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച്, number of arrangements in which the vowels never occur together equal to ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സിൽ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്നത് മൈനസ് ചെയ്യുക. ടോട്ടൽ നമ്പർ, ഇത് മൂന്നാമത്തെ അല്ലേ? ഇത് മൂന്നാമത്തെയാണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ദ വവൽസ് നെവർ ഓക്കർ ടുഗദർ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് 166 മൈനസ് ചെയ്യണേ. 1663 200 ആണ്. അത് മൈനസ് വവൽസ് ഒരുമിച്ച് വരുന്നത്
1680. 1663200 minus 16800 എന്ന് വരും. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുക 1646400 എന്നാണ്, ഈക്വൽ ടു 1646200. 1646200 ആണ് കറക്റ്റ് ആൻസർ. 1646 I'm sorry, it's 400. 1646400 ആണ് ആൻസർ കിട്ടുക. മനസ്സിലായി കേട്ടോ, 400. സോ ആ പാട്ടും കഴിഞ്ഞു. പാർട്ട് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു number of arrangements is equal to number of arrangements is equal to number of arrangements is equal to 10 ലെറ്റേഴ്സിനെ അപ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അല്ലെ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് മക്കളെ? 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, 3 ഇൻറ്റു 2 ഇൻറ്റു 4. ഓക്കെ, ഈക്വൽ ടു ആൻസർ എന്ത് വരും? ആൻസർ 10 ഫാക്ടോറിയലിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 3628800 ആണ്. 3628800 ഇതാണ് 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ നമുക്ക് 6 കിട്ടും, 4 ഫാക്ടോറിയൽ നമുക്ക് 24 കിട്ടും, 2 ഫാക്ടോറിയൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ 3628800 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 24 ഇൻറ്റു 2 ഈക്വൽ ടു ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് 12600 ആണ്, ഈക്വൽ ടു 12600. ചെക്ക് ചെയ്ത് നോക്കണം, കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. 12600 ആണ് നമ്മുടെ ഉത്തരം, 12600. ഓക്കെ, yes dears, the next question: in how many of the distinct permutation of the letters in Mississippi do the 4 I's not come together? അതായത് മിസിസിപ്പി ഈ വേർഡിനെ നമ്മൾ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ചെയ്യുമ്പോൾ ഇത് 4 ഐ ഉണ്ടല്ലോ, 1 2 3 4 4 ഐസ് ഉണ്ട്. ഈ 4 ഐ ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നാ ചോദ്യം. In how many of the distinct permutations of the letters in Mississippi do the 4 I's not come together? 4 ഐ ഒരുമിച്ച് വരാത്ത എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ട്? 4 ഐയും ഒരുമിച്ച് വരാത്ത എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ട് എന്നാണ് ചോദ്യം മിസിസിപ്പിയിൽ കേട്ടോ. അപ്പൊ 4 ഐയും ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ 4 ഐയും ഒരുമിച്ച് വരാത്ത പെർമ്യൂട്ടേഷൻസ് എങ്ങനെ കാണുക? 4 ഐയും ഒരുമിച്ച് വരാത്ത പെർമ്യൂട്ടേഷൻസ് കാണാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് കാണുക, എന്നിട്ട് അതിൽ നിന്ന് 4 ഐയും ഒരുമിച്ച് വരുന്ന പെർമ്യൂട്ടേഷൻസ് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 4 ഐയും ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ നിങ്ങൾ ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. Then from that you have to subtract the number of arrangements in which all the 4 I's are together. 4 ഐയും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 4 ഐസും ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് is equal to total number of arrangements is equal to, just have a look at this Mississippi. 1 2 3 4 5 6 7 8 9 10 11. 1 2 3 4 5 6 7 8 9 10 11. 11 letters. അപ്പോൾ 11 factorial divided by, ഇനി എന്നാ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? എം റിപ്പീറ്റ് ചെയ്യുന്നില്ല. I 1 2 3 4 4 പ്രാവശ്യം 4 factorial into, yes 1 2 3 4 4 എസ് ഉണ്ട്, 4 ഫാക്ടോറിയൽ ഇൻടു പിന്നെ IISI പിന്നെ P 1 2 2 ഫാക്ടോറിയൽ. അപ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻടു 4 ഫാക്ടോറിയൽ ഇൻടു 2 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 34650 ആണ് വരിക, ഈക്വൽ ടു 34650 എന്ന ഉത്തരം കിട്ടും. 34650 ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ഇതിൽ നിന്ന് 4 ഐസും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം ഇനി കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് in which the 4 I's are together. The 4 I's are together. 4 ഐയും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു, ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ഐയും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ് കാണാൻ നിങ്ങൾ ആദ്യം 4 ഐനെ ഒരുമിച്ച് നിർത്തുക. 4 ഐനെ ഒരുമിച്ച് നിർത്തുക. ഐ ഐ ഐ ഐ ഇതൊരൊറ്റ വേർഡായിട്ട് ഒറ്റ ലെറ്റർ ആയിട്ട് പരിഗണിക്കുക. ഇനി 4 ഐ കൂടാതെ ബാക്കി ആരൊക്കെ ഉണ്ട് അവിടെ? 4 ഐ കൂടാതെ M 4 S 2 P,
എം 4 എസ് 2 പി. ആ മൊത്തം 4 3 7 4 11 ലെറ്റേഴ്സ് ആയി. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? മൊത്തം ഇത് ഒരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിക്കൂ. 1 2 3 4 5 6 7 8 8 ലെറ്റേഴ്സ്. അപ്പൊ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം ഒരെണ്ണം, എസ് 4 എണ്ണം, പി 2 എണ്ണം. അപ്പൊ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇനി ഈ ബോക്സിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യാണ്ടോ നോക്കുക. ഒക്കെ ഐ ആണ്. എങ്ങനെ എഴുതിയാലും ഐ ഐ ഐ ഐ എന്ന് തന്നെ വരുള്ളൂ. അപ്പൊ ഇവിടെ അറേഞ്ച്മെന്റ്സ് ഇല്ല. അപ്പൊ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കിട്ടും. അതിന്റെ ഉത്തരം നമുക്ക് വരിക 840 എന്നാണ്. 840. അപ്പൊ നമുക്ക് number of arrangements in which the 4 i's are not together. 4 i's are not together. 4 i's-ഉം ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന 4 i's ഒരുമിച്ച് വരുന്നത് മൈനസ് ചെയ്യുക. അപ്പൊ 34650 മൈനസ് 840 അല്ലെ? 34650 മൈനസ് 840. അതിന്റെ ഉത്തരം നമുക്ക് വരിക 33810 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 33810. വലിയ വലിയ കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേറ്റർ വെച്ച് ചെയ്യണം. ഓക്കെ. ഹൈ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In how many ways can the letters of the word permutations be arranged? If first question, vowels are all together. Second question, there are always 4 letters between P and S. ആ പെർമ്യൂട്ടേഷൻസിലെ ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ട്, വവൽസ് ആർ ഓൾ ടുഗെദർ. ഫസ്റ്റ് പാർട്ട് നമുക്ക് എഴുതാം. വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ്. നമുക്ക് ആദ്യം വവൽസിന് ഒരുമിച്ച് എഴുതാം. വവൽസ് ആരൊക്കെയാണ്? ഇ യു എ ഐ ഒ. ഇ യു എ ഐ ഒ. ഈ വവൽസിനെ മൊത്തം നമ്മൾ ഒരൊറ്റ ബോക്സിലാക്കി ഒരുമിച്ച് വന്നു. ഇനി ഇതല്ലാത്ത ആരൊക്കെ ഉണ്ട്? പി ആർ എം ടി ടി എൻ എസ്. മൊത്തം 5 7 9 12. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എഴുതാം. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇതിനെ ഒരൊറ്റ ലെറ്റർ ആയിട്ട് പരിഗണിക്കുമ്പോൾ 1 2 3 4 5 6 7 8. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ ടി 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 ഫാക്ടോറിയൽ. വേറെ ഒറ്റ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻറ്റു, പക്ഷേ ഇതിന്റെ അകത്ത് 1 2 3 4 5 5 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 5 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം 5 ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമുക്ക് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് കിട്ടും അല്ലെ? 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് ഉത്തരം വരെ എത്രയാണെന്നറിയോ? 2419200. 2419200. 2419200 ഉത്തരം കിട്ടുക. 2419200. ഇതാണ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓൾ ദ വവൽസ് ആർ ടുഗെദർ. എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം ഇതാണ്. ഇനി സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? There are always 4 letters between P and S. There are always 4 letters between P and S. പിന്റെയും എസിന്റെയും ഇടയിൽ എല്ലായ്പ്പോഴും 4 ലെറ്റേഴ്സ് വേണം. പിന്റെയും എസിന്റെയും ഇടയിൽ എല്ലായ്പ്പോഴും 4 ലെറ്റേഴ്സ് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ്? There are always 4 letters between P and S. അപ്പോൾ ആ കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. പിന്റെയും എസിന്റെയും ഇടയിൽ എല്ലായ്പ്പോഴും 4 ലെറ്റേഴ്സ് വേണം. നമ്മുടെ പെർമ്യൂട്ടേഷൻസിൽ മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ടാ? 5 6 7 8 9 10 11 12. അപ്പം ഞാൻ ഇവിടെ എഴുതി 12 കോളങ്ങൾ ഞാൻ വരച്ചു. ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിച്ചോണം. 12 1 1 2 3 4 5 6 7 8 9 10 11 12. Question clear? There are always 4 letters between P and S. പിന്റെയും എസിന്റെയും ഇടയിൽ എല്ലായ്പ്പോഴും 4 ലെറ്റേഴ്സ് ഉണ്ടാവണം. അങ്ങനെ വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. നമ്മൾ ഇതിൽ പി എഴുതി കഴിഞ്ഞാൽ ഇവിടെ പി എഴുതിയാൽ എസ് എവിടെ എഴുതും? നമ്മൾ 4 ലെറ്റേഴ്സ് വിട്ടിട്ട് 1 2 3 4 ഇവിടെ എസ് എഴുതുക. ആ പിന്റെ എസിൻ്റെ 4 ലെറ്റേഴ്സ് വന്നു. അല്ലെങ്കിൽ പി ഇവിടെ എഴുതുക, 4 ലെറ്റേഴ്സ് വിട്ട് ഇവിടെ എസ് എഴുതുക. അല്ലെങ്കിൽ പി ഇവിടെ എഴുതുക, 4 ലെറ്റേഴ്സ് വിട്ട് എസ് ഇവിടെ എഴുതുക. അല്ലെങ്കിൽ പി ഇവിടെ എഴുതുക, 4 ലെറ്റേഴ്സ് എസ് ഇവിടെ എഴുതുക. അല്ലെങ്കിൽ പി ഇവിടെ എഴുതുക, എസ് ഇവിടെ എഴുതുക.
അല്ലെങ്കിൽ പി നമ്മൾ ഇവിടെ എഴുതുക, എസ് നമ്മൾ ഇവിടെ എഴുതുക. അല്ലെങ്കിൽ പി നമ്മൾ ഇവിടെ എഴുതുക, എസ് നമ്മൾ ഇവിടെ എഴുതുക. അല്ലെങ്കിൽ പി ഇപ്പുറത്ത് എഴുതുമ്പോൾ എസ് 1 2 3 4 എസ് എന്ന സ്ഥലമില്ല. അപ്പോൾ എത്ര രീതിയായിപ്പോ പി നോക്ക്, 1 2 3 4 5 6 7 7 വേസിൽ എഴുതാൻ പറ്റും. പിന്റെ എസിന്റെ ഇടയിൽ 4 ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ പിയും എസും നമുക്ക് 7 രീതിയിൽ എഴുതാൻ പറ്റും. 7 രീതിയിൽ. ഇനി കൂടാണ്ട് ശ്രദ്ധിക്കുക, ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി കാര്യം പറയട്ടെ. അപ്പൊ ഇനി വേറെ ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ പി അല്ലേ എഴുതിയത്, അതിന് പകരം ഇവിടെ എസും 4 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ പി ആയാലോ. ഇപ്പോഴും പിന്റെ എസിന്റെ ഇടയിൽ 4 ലെറ്റേഴ്സ് ഉണ്ട്. അതായത് ആദ്യം എസ് വേണം പിന്നെ പി വേണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്റെയും എസിന്റെ ഇടയിൽ 4 ലെറ്റേഴ്സ് ഉണ്ടായാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പിയും പിന്നെ എസും എഴുതി. എന്നാൽ ആദ്യം എസും പിന്നെ പിയും എഴുതാം. ഇവിടെ എസ് അപ്പൊ ഇവിടെ പി, അല്ലെങ്കിൽ ഇവിടെ എസ് ഇവിടെ പി, അല്ലെങ്കിൽ ഇവിടെ എസ് ഇവിടെ പി, അല്ലെങ്കിൽ ഇവിടെ എസ് ഇവിടെ പി, അല്ലെങ്കിൽ എസ് ഇവിടെ പി ഇവിടെ, അല്ലെങ്കിൽ എസ് ഇവിടെ പി ഇവിടെ, അല്ലെങ്കിൽ എസ് ഇവിടെ പി ഇവിടെ. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് 7 കിട്ടി. 1 2 3 4 5 6 7. അപ്പോൾ പിന്റെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്റേഴ്സ് വരത്തക്ക രീതിയിൽ പിന്നെയും എസിനെയും നമുക്ക് 14 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 14 വേസ്. പി ആൻഡ് എസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 14 വേസ്. അതായത് ആദ്യം പി പിന്നെ എസ് വരുന്ന 7 എണ്ണം, ആദ്യം എസ് പിന്നെ പി വരുന്ന 7 എണ്ണം. അങ്ങനെ പിനെയും എസിനെയും നമുക്ക് 14 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു, മക്കൾ ശ്രദ്ധിച്ചോളൂ, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടെ, 14 ഇൻറ്റു, അതായത് പിന്റെ എസിന്റെയും ഇടയിൽ 4 ലെറ്റേഴ്സ് വരത്തക്ക രീതിയിൽ പിനെയും എസിനെയും നമുക്ക് 14 വേസിൽ അറേഞ്ച് ചെയ്യാം. ഇൻറ്റു, ഇനി ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഈ 2 ലെറ്റേഴ്സ് കൂടാതെ ബാക്കി നമുക്ക് 8 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്. ഇവിടെ മൊത്തം 11 ലെറ്റേഴ്സ് ആണല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12 12 ലെറ്റേഴ്സിൽ 2 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തു. ബാക്കി 10 ലെറ്റേഴ്സ് ഉണ്ട്. ആ 10 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. 10 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി ആരൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ആരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്? പെർമ്യൂട്ടേഷനിൽ PER MU TA. അപ്പോൾ ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ടി 1 2 ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെ ആരും എസ് എൻ ഇല്ല. അപ്പോൾ ടി മാത്രം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ 14 ഇൻറ്റു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ് ഉത്തരം. 14 ഇൻറ്റു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ഉത്തരം എത്ര വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരിക, 25401600. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 ഗേൾസ് ആൻഡ് 3 ബോയ്സ് ബി സെലക്ടഡ് ഇൻ എ റൂം സോ ദാറ്റ് നോ ബോയ്സ് ആർ ടുഗെദർ? 5 ഗേൾസും 3 ബോയ്സും ഉണ്ട്. ഇത് പറയുന്നതാണ്, ഇൻ ഹൗ മെനി വേസ് 5 girls and 3 boys be seated in a row. Seated ആണ്, seated, SEATED, seated in a row so that no boys are together. Boys ഒരുമിച്ച് വരാൻ പാടില്ല. ബോയ്സ് ഒരുമിച്ച് ഇരിക്കരുത്. അപ്പൊ എത്ര രീതി ഇരിക്കാൻ പറ്റും? ആ ബോയ്സ് ഒരുമിച്ച് വരരുത് കേട്ടോ. അപ്പൊ എങ്ങനെ നോക്കട്ടോ, 5 ഗേൾസ് ഉണ്ട്. അപ്പൊ ഗേളിനെ വെച്ചു, ഒരു ഗ്യാപ്പ്, അടുത്ത ഗേളിനെ വെച്ചു, ഒരു ഗ്യാപ്പ് ഇട്ടു, അടുത്ത ഗേളിനെ വെച്ചു, ഒരു ഗ്യാപ്പ് ഇട്ടു, അടുത്ത ഗേളിനെ വെച്ചു, ഒരു ഗ്യാപ്പ് ഇട്ടു, അടുത്ത ഗേളിനെ വെച്ചു. അപ്പോ ബോയ്സ് ഒരുമിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ ഒരു ബോയ് വരാം, ഇവിടെ ഒരു ബോയ് വരാം, ഇവിടെ ഒരു ബോയ്, 2 ഗേൾസ് ഒരുമിച്ചിരുന്നാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ബോയ്സിനെ എവിടെയൊക്കെ വെക്കാം? ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. അപ്പൊ ഗേൾ 1, ഗേൾ 2, ഗേൾ 3, ഗേൾ 4, ഗേൾ 5. ബോയ്സ് ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ 2 ഗേൾസിന്റെ ഇടയ്ക്കേ ബോയ്സ് വരാൻ പാടുള്ളൂ. ഇവിടെ മൊത്തം 5 ഗേൾസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു അറേഞ്ച്മെന്റ്സ് ആണ്. അറേഞ്ച്മെന്റ് ആണ്, ഇത് അറേഞ്ച്മെന്റ് ആണല്ലോ അല്ലെ. സീറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്സ് ആണ്. അപ്പൊ നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 5 ഗേൾസിനെ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. 5 ഫാക്ടോറിയൽ വേസ് ഇൻറ്റു, ഇനി നമുക്ക് 3 ബോയ്സിനെ അറേഞ്ച് ചെയ്യണം. അവർക്ക് ഇരിക്കാൻ എത്ര സ്ഥലമുണ്ട്? ഒന്നിവിടെ, 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 ഒന്നിവിടെ. അപ്പോൾ 1 2 3 4 5 6 6 സീറ്റിൽ 3 പേരെ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? 6p3 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 6p3 വേസിൽ 6 സീറ്റിൽ 3 ആളുകളെ നമുക്ക് 6p3 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 6p3 വേസിൽ. അപ്പൊ നമുക്ക് പറയാം ലാസ്റ്റ് നമ്പർ ഓഫ് വേസ്
number of ways is equal to എങ്ങനെ വരും number of ways is equal to 5 factorial into 6p3 equal to എത്രയാണ് ഇത് equal to 14400 ആണ് കേട്ടോ 14400 ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം how many words with or without meaning each of three vowels and two consonants can be formed from the letters of the word involute question വായിക്കാം how many words with or without meaning comma each of three vowels and two consonants can be formed from the letters of the word involute involuteൽ നിന്ന് 3 vowelsum 2 consonantsum ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇൻവല്യൂട്ടിലെ എല്ലാ ലെറ്റേഴ്സും വേണ്ട ഇൻവല്യൂട്ടിലെ 3 വവൽസും 2 കൺസണൻസും ഉപയോഗിച്ചാണ് ചോദ്യം അപ്പോൾ നമ്മൾ എണ്ണി നോക്കണം നമുക്ക് ഇൻവല്യൂട്ടിൽ നിന്ന് 3 വവൽസും 2 കൺസണൻസും ഉപയോഗിച്ച് എത്ര 5 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യം അപ്പോൾ ആകെ ഇവിടെ എത്ര വവൽസ് ഉണ്ട് വവൽസിന്റെ എണ്ണം വവൽസ് എണ്ണി നോക്കൂ വവൽസ് ഇസ് ഈക്വൽ ടു 1 2 3 4 വവൽസ് ഉണ്ട് ഇനി കൺസോണൻസ് എത്ര ഉണ്ടറാ നമ്പർ ഓഫ് കൺസോണൻസ് എത്ര 1 2 3 4 കൺസോണൻസ് മൊത്തം 2 4 6 8 എണ്ണം അപ്പോൾ നമുക്ക് 3 കൺസോണൻസും 2 കൺസോണൻസും 3 വവൽസും 2 കൺസോണൻസും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്നാ ചോദ്യം അപ്പോൾ നമുക്ക് ആദ്യം 3 വവൽസ് സെലക്ട് ചെയ്യണം 3 വവൽസിനും 2 കൺസോണൻസിനും സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എഴുതുകയാണ് നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു നോക്കിക്കോട്ടോ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു 3 വവൽസും 2 കൺസോണൻസും അപ്പോൾ അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ആകെ എത്ര വവൽസ് ഉണ്ട് 4 വവൽസ് ഉണ്ട് 4 വവൽസിൽ നിന്ന് 3 വവൽസിൽ നമുക്ക് 4c3 വേസിലും ആൻഡ് 4 കൺസോണൻസ് ഉണ്ട് 4 കൺസോണൻസിൽ നിന്ന് 2 കൺസോണൻസിനെ 4c2 വേസിൽ സെലക്ട് ചെയ്താൽ അപ്പോൾ നമ്മുടെ അതിലിപ്പോൾ 3 വവൽസും 2 കൺസോണൻസ് ഉണ്ടായി ഇനി അപ്പോൾ മൊത്തം 5 ലെറ്റേഴ്സ് ആയി ആ 5 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്താൽ വേർഡ്സ് ആയി 5 ലെറ്റേഴ്സ് നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഇൻവോല്യൂട്ടിലെ 3 വവൽസും 2 കൺസോണൻസും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദ്യം അപ്പോൾ തിങ്ക് അപ്പോൾ ഇവിടെ ഇൻവല്യൂട്ടിൽ 4 വവൽസും 4 കൺസോണൻസ് ഉണ്ട് അത് മൊത്തം എടുക്കാൻ പാടില്ല അതിലെ 3 വവൽസും 2 കൺസോണൻസും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാം അപ്പോൾ എത്ര 5 ലെറ്റർ വേർഡ്സ് 3 വവൽസും 2 കൺസോണൻസ് എന്ന് പറയുമ്പോൾ 5 ലെറ്റേഴ്സ് ആയി അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 3 വവൽസിനെയും 2 കൺസോണൻസിനെയും സെലക്ട് ചെയ്യണം 3 വവൽസ് can be selected in 4c3 ways and 2 consonants can be selected in 4c2 ways അപ്പോൾ 4c3 into 4c2 into എന്നിട്ട് ആൻഡ് ഈ 5 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുക 5 letters can be arranged in 5 factorial ways അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക 4c3 എത്രയാ 4c3 4 ആണ് into 4c2 എത്ര വരിക 4 into 1 into 6 ആണ് into 5 factor എത്രയാണ് വരിക 5 into 4 into 3 into 2 120 4 into 6 into 120 4 into 6 into 120 equal to ആൻസർ എന്താ വരിക അത് 2880 ആണ് കിട്ടുക 2880 the answer will be 2880 Anyway, moving to the next question. How many words with or without meaning each of 2 vowels and 3 consonants can be formed from the letters of the word daughter? The same type of question ആണ് അതായത് daughter ഈ വേർഡിൽ നിന്ന് ഈ വേർഡിലെ 2 വവൽസും 3 കൺസോണൻസും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാം അപ്പോൾ ഡോട്ടറിൽ എത്ര വവൽസ് ഉണ്ട് നോക്കൂ വവൽസ് 1 2 3 അല്ലേ 3 വവൽസ് അല്ലേ ഉള്ളത് 1 2 3 അപ്പോൾ 3 വവൽസ് ഉണ്ട് കൺസോണൻസോ ബാക്കി 1 2 3 4 5 കൺസോണൻസ് ഉണ്ട് 5 കൺസോണൻസ് അപ്പോൾ നമുക്ക് 2 വവൽസും 3 കൺസോണൻസും ഉപയോഗിച്ച് എത്ര ലെറ്റേഴ്സ് ഉണ്ടാക്കാം എന്നാ ചോദ്യം അപ്പോൾ നമുക്ക് എഴുതാം എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്നാ ചോദ്യം അല്ലേ അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു ആദ്യം സെലക്ട് ചെയ്യുക 2 വവൽസും 3 കൺസോണൻസും വേണ്ടത് 2 വവൽസ് ആൻഡ് 3 കൺസോണൻസ് അല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ 3 വവൽസ് ഉണ്ട് 3 വവൽസിൽ നിന്ന് 2 വവൽസിനെ 3c2 വേസ് സെലക്ട് ചെയ്യാം ആൻഡ് 5 കൺസോണൻസിൻ്റെ 3 കൺസോണൻസ് സെലക്ട് ചെയ്താൽ മതി അത് 5c3 വേസിൽ ആൻഡ് അപ്പോൾ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തു 2 വവൽസും 3 കൺസോണൻസും ഇനി അതിനെ വേർഡ്സ് ആക്കണമെങ്കിൽ അറേഞ്ച് ചെയ്യണം 5 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും 5 ഫാക്ടോറിയൽ വേസ് അപ്പോൾ 3c2 into 5c3 into 5 ഫാക്ടോറിയൽ 3c2 3 into 5c3 5 into 5c2 ആണ് 5 into 4 by 1 2 that is 10 into 5 factorial that is how much 5 into 4 20 60 120 അല്ലേ 120 equal to
120, 360, 3600 കിട്ടും. 3600 കിട്ടും. 3600 ആൻസർ വരിക. Yes, moving to the next question. Yes, determine the number of 6 cards combination out of a deck of 52 cards if each selection of 6 cards has exactly 2 6. അതായത് 52 കാർഡിൽ നിന്ന് 6 കാർഡ്സ് എത്ര രീതിയിൽ എടുക്കാം? ഹൗ മെനി 6 കാർഡ്സ്, നമ്പർ ഓഫ് 6 കാർഡ് കോമ്പിനേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് 6 കാർഡിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, 6 കാർഡിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം. സെലക്ഷൻ ആണ്. ഇഫ് ഈച്ച് സെലക്ഷൻ ഓഫ് 6 കാർഡ്സ് ഹാസ് എക്സാക്ട്ലി 2 കിങ്സ്, 2 കിങ് ഉണ്ടാവണം നിർബന്ധമാണ്. അപ്പൊ 2 കിങ്ങും നമുക്ക് വേണ്ട ആക്ച്വലി ഇതാണ്. 2 കിങ്സ് ആൻഡ് 4 other cards are വേണ്ട. 4 other cards. അപ്പോൾ ആക്ച്വലി ഹൗ മെനി വേസ് വി ക്യാൻ സെലക്ട് 2 കിങ്സ് ആൻഡ് 4 other cards, അതാണ് ചോദ്യം. അതായത് ഈച്ച് സെലക്ഷൻ ഹാസ് എക്സാക്ട്ലി 2 കിങ്സ് ഉണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇതിലും 2 കിങ്സ് നിർബന്ധമാണ്. അപ്പോൾ 4 കിങ്സ് അല്ലാത്ത കാർഡ്സാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു, മക്കളെ കുട്ടികളെ നോക്കിക്കോളൂ, നമ്പർ ഓഫ് വേസ് ഇവിടെ സെലക്ഷൻ ആണ്, അറേഞ്ച്മെന്റ് അല്ല. ഇപ്പോൾ കോമ്പിനേഷൻ ആണ്. 2 കിങ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 4 കിങ്സാണ് മൊത്തമുള്ളത്. അതിൽ നിന്ന് 2 കിങ്സിനെ നമുക്ക് 4c2 വേസിലും ഇൻറ്റു 4 അതർ കാർഡ്സ്. അപ്പോൾ കിങ് അല്ലാത്ത 4 അതർ കാർഡ്സ്. 4 കിങ്സ് പോയാൽ ബാക്കി 48 കാർഡ്സ് ഉള്ളത്. ആ 48 കാർഡ്സിൽ നിന്ന് 4 കാർഡ്സിന് നമുക്ക് 48c4 വേസിലുമാണ് കിട്ടുക. അപ്പോൾ ഉത്തരം 4c2 ഇൻറ്റു 48c4 ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ ഫോർ ദിസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The English alphabet has 5 vowels and 21 consonants. The English alphabet has 5 vowels and 21 consonants. How many words with 2 different vowels and 2 different consonants can be formed from the alphabets? നോക്കുക, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 5 വവൽസും 21 കൺസോണൻസും ഉണ്ട്. 5 വവൽസ് ആൻഡ് 21 കൺസോണൻസ്. How many words with 2 different vowels and 2 different consonants can be formed from the alphabets? അപ്പോൾ 2 ഡിഫറെന്റ് വവൽസും 2 ഡിഫറെന്റ് കൺസോണൻസും ഉള്ള എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? 2 വവൽസും 2 കൺസോണൻസും ഉള്ള എത്ര വേർഡ്സ്? അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് വേർഡ്സ് എഴുതാം. ഉത്തരം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഏതൊക്കെ വവൽസ് ആണ് ഏതൊക്കെ കൺസോണൻസ് ആണ് എന്നറിയില്ല. 2 വവൽസും 2 കൺസോണൻസും. നമ്മുടെ കയ്യിൽ 5 വവൽസ് ഉണ്ട്. സോ 2 വവൽസ് ക്യാൻ ബി സെലക്ടഡ് ഇൻ 5c2 വേസ് ഇൻറ്റു ആൻഡ് നമ്മുടെ കയ്യിൽ 21 കൺസോണൻസ് ഉണ്ട്. 2 കൺസോണൻസ് ക്യാൻ ബി സെലക്ടഡ് ഇൻ 21c2 വേസ്. അപ്പോൾ 2 വവൽസും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 2 വവൽസും 2 കൺസോണൻസും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് 2 വവൽസ് എടുക്കുക, 2 കൺസോണൻസ് എടുക്കുക, അപ്പോൾ അതിന് ആ 4 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുക, അപ്പോൾ വേർഡ്സ് ആയി. 2 vowels can be selected in 5c2 ways and into 2 consonants can be selected in 21c2 ways and these 4 letters can be arranged in 4 factorial ways. So 5c2 into 21c2 into 4 factorial ആണ് കിട്ടുക. 5c2 into 21c2 into 4 factorial ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? നമ്മുടെ ഫൈനൽ ആൻസർ ദാറ്റ് വിൽ ബി, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്താ ആൻസർ വരിക? ഈക്വൽ ടു ആൻസർ 50400 എന്ന് കിട്ടും. 50400 50400 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. How many 6-digit numbers can be formed from the digits 0, 1, 3, 5, 7 and 9? ഈ 1, 2, 3, 4, 5, 6 ഈ 6 ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ്? 1, 2, 3, 4, 5, 6. ഇനി ആ 6 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രത്യേകത which are divisible by 10 and no digit repeated. No digit is repeated. 10 കൊണ്ട് ഡിവിസിബിൾ ആയ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം 10 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? 10 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൽ 0 വരണം. യൂണിറ്റ് പ്ലേസിൽ 0 വന്നാൽ ആ നമ്പറിന് 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇതിൽ 0 വരണം എന്ന് പറഞ്ഞാൽ ദിസ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഓൺലി 1 വേ. അതായത് ഇവിടെ 0 എഴുതി, ഇവിടെ 0 ആണ്, ഈ 0 ഇവിടെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ 0 അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 0 അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബാക്കിയുള്ള 5 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്താൽ മതി. ബാക്കിയുള്ള 5 ഡിജിറ്റ്സിനെ 1, 2, 3, 4, 5 ഈ 5 ഡിജിറ്റ്സ് അറേഞ്ച് ചെയ്താൽ മതി. ഈ 5 ഡിജിറ്റ്സിനെ നമുക്ക് എത്ര രീതി അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ വേസ്. 5 ഫാക്ടോറിയൽ വേസ്. അപ്പോൾ നമ്പർ ഓഫ് 6 ഡിജിറ്റ്സ്
six digit numbers is equal to 5 factorial is equal to 120 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the different permutations of all the letters of the word examination are arranged in a dictionary, how many words are there in this list before the first word start with E? അതായത് എക്സാമിനേഷൻ എന്ന വേർഡിൻ്റെ ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് ഡിക്ഷണറി ക്രമത്തിൽ എഴുതുകയാണ്. അപ്പോൾ എക്സാമിനേഷൻ എന്ന വേർഡിൻ്റെ നമ്മൾ ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കി അവയെ ഡിക്ഷണറി ക്രമത്തിൽ എഴുതുമ്പോൾ ചോദ്യം എന്താ വെച്ചാൽ ഹൗ മെനി വേർഡ്സ് ആർ ദെയർ ഇൻ ദിസ് ലിസ്റ്റ് ബിഫോർ ദ ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട് വിത്ത് ഇ? ഈ വെച്ച് തുടങ്ങുന്ന വേർഡ് ഉണ്ടല്ലോ, ഈ വെച്ച് തുടങ്ങുന്ന ആദ്യത്തെ വേർഡ്, അതിന് മുമ്പ് എത്ര വേർഡ്സ് ഉണ്ടായിരിക്കും? ഈ വെച്ച് തുടങ്ങുന്ന ആദ്യത്തെ വേർഡിന് മുമ്പ് എത്ര വേർഡ്സ് ഉണ്ടായിരിക്കും അതിലെന്നാണ് ഡിക്ഷണറി ക്രമത്തിൽ എഴുതുന്നത്. അപ്പോൾ നോക്കുക, ഈ ഡിക്ഷണറി ക്രമം എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് വേണ്ടത്. നോക്കുക, ഇവിടെ ഫസ്റ്റ് വേർഡ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ അല്ലേ, എ ഉണ്ട്. അപ്പോൾ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഡിക്ഷണറി ക്രമം ആകുമ്പോൾ ഫസ്റ്റ് വേർഡ് എ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എ വെച്ച് തുടങ്ങുന്ന എത്ര വേർഡ്സ് ഉണ്ട് നോക്കാം. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ ഈക്വൽസ് എ വെച്ച് തുടങ്ങണം. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി കാണിച്ചു തരാവേ. ഫസ്റ്റ് ലെറ്റർ എ ആവണം. അപ്പം ഈ എനെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, എ ആദ്യം വന്നു. എ ആദ്യം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ലെറ്റേഴ്സിന് ഇവിടെ? 1 2 3 4 5 6 7 8 9 10 10 ലെറ്റേഴ്സ് ഉണ്ട്. ആ 10 ലെറ്റേഴ്സിന് മാത്രം അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ. 10 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് 10 ഫാക്ടോറിയൽ ആണ്. 10 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് 10 ഫാക്ടോറിയൽ ആണ്. ഡിവൈഡഡ് ബൈ, ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഈ വേറെ എവിടെ ഇല്ല, എക്സ് വേറെ എവിടെ ഇല്ല, എം വേറെ ഇല്ല, ഐ ഒന്നിവിടെ ഒന്നിവിടെ, ഐ രണ്ടെണ്ണം. അപ്പോൾ 2 ഫാക്ടോറിയൽ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. എൻ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്, അപ്പോൾ വീണ്ടും ഇൻറ്റു 2 ഫാക്ടോറിയൽ. വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. വേറെ ആരും പ്രത്യക്ഷത്തിൽ ഇവിടെ കാണാനില്ല. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതിൻ്റെ ആൻസർ എന്താ വരിക? 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സാമിനേഷൻ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 907200 വരും. 907200 907200 ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ഇ 907200. ഇത്രയും വേർഡ്സ് ഉണ്ട് എ വെച്ച് തുടങ്ങുന്നത്. എ വെച്ച് തുടങ്ങുന്ന ലെറ്റേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഡിക്ഷണറി ക്രമത്തിലാവുമ്പോൾ പിന്നെ അടുത്തത് ഏത് വെച്ച് തുടങ്ങുന്നത് വേണം? ഇ വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത വേർഡ് ഇ വെച്ച് തുടങ്ങുന്ന വേർഡാ. അപ്പോൾ നമുക്ക് പറയാം ഈ വെച്ച് തുടങ്ങുന്ന വേർഡിന് മുമ്പ് എത്ര വേർഡ്സ് ഉണ്ടായിരിക്കും? എ വെച്ച് തുടങ്ങുന്ന എല്ലാ വേർഡ്സും ഉണ്ടാവും, അതായത് 907200. അപ്പോൾ നമുക്ക് പറയാം therefore there are 907200 words before the first word start with E. ഈ വെച്ച് തുടങ്ങുന്ന വേർഡിന് മുമ്പ് എത്ര വേർഡ്സ് ഉണ്ട്? there are 907200 words. Fine. The next question, and this is going to be the last question. അപ്പോൾ ഞാനിതിൽ 2-3 ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വിട്ടിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്ന നമുക്കത് ലൈവിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ, ശ്രദ്ധിക്കാം. ഒക്കെ ഒരേപോലത്തെ ചോദ്യങ്ങളാണ്, അതാണ് ലീവ് ചെയ്യുന്നത്. In how many ways the letters of the word assassinations are arranged so that all S are together? അസാസിനേഷൻസിലെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം? All the S are together. എസ്സുകൾ ഒരുമിച്ച് വരണം. അപ്പം ഞാനിവിടെ ചെറിയൊരു കറക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ദിസ് ഇസ് ആക്ച്വലി അസാസിനേഷൻസ് ഇല്ല, അസാസിനേഷനേ ഉള്ളൂ കേട്ടോ, അസാസിനേഷനേ ഉള്ളൂ, എസ് ഇല്ല. അപ്പോൾ ഇൻ ഹൗ മെനി വേസ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അസാസിനേഷൻ ബി അറേഞ്ച് സോ ദാറ്റ് ഓൾ എസ് ആർ ടുഗെദർ. എല്ലാ എസ്സും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ്? അപ്പോൾ എസ്സുകൾ നോക്കൂ, 2 2 4 എസ് ഉണ്ട്. അപ്പോൾ എസ് 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 4 എസ് ഒരുമിച്ച് വരണം, ഒറ്റ ബോക്സിലാക്കി ഇടുക. ഇനി ബാക്കിയുള്ളത് 2 എ ഉണ്ട്,
ഒരു ഐ ഉണ്ട്, ഒരു എൻ ഉണ്ട്, ഒരു എ ഉണ്ട്, ഒരു ടി ഉണ്ട്, പിന്നെ ഒരു ഐ ഉണ്ട്, ഒ ഉണ്ട്, എൻ ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ട് എസ് ഒരുമിച്ച് എഴുതിക്കാൻ പിന്നെ എ ദെൻ ഐ എൻ എ ദെൻ ടി ഐ ഒ എൻ. യെസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എഴുതാം. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്കറിയാം 4 എസും ഒരുമിച്ച് വരുന്ന ബോക്സ് അതൊരൊറ്റ ലെറ്ററായിട്ട് പരിഗണിക്കുക. അപ്പോൾ അത് 1 2 3 4 5 6 7 8 9 10 ഫാക്ടോറിയലാണ് വരിക. ഡിവൈഡഡ് ബൈ റിപ്പീറ്റേഷൻ നോക്കുക. ബോക്സ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2a 3a. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഒരു ഐ 2 ഐ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഒരു എൻ അപ്പോൾ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആൻഡ് ദാറ്റ് ഈസ് 151 200. 151 200 ആണ് ഉത്തരം കിട്ടുക. 151 200. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പെർമ്യൂട്ടേഷനിലും കോമ്പിനേഷനിലും ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും എന്താ പറയുക കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട്. വീഡിയോ ലെങ്തി ആവേണ്ട വെച്ചിട്ട് ഞാൻ കുറച്ചതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ലൈവ് ക്ലാസ് വരുമ്പോൾ ആരും ലൈവ് ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. ഓരോ ലൈവ് ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, ടെക്നിക്സ് പറഞ്ഞു തരുന്നതായിരിക്കും. So bye.